ഒരു തത്തമ്മയുണ്ട്. സുന്ദരി തത്ത. ഈ തത്തയെ നിങ്ങൾക്കറിയാം. പച്ച ഗൗണമിട്ട് ചുണ്ടിൽ ചെഞ്ചായവും തേച്ച് നടക്കുന്ന തത്തമ്മ സംസാരപ്രിയയാണ്. നിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും പിടിച്ചു നിർത്തി കുശലം ചോദിച്ചേ വിടുകയുള്ളൂ. കൈ നോക്കിയും മുഖലക്ഷണം മനസ്സിലാക്കിയും ഭാവി പറയുന്നതിൽ മിടുക്കിയാണ് ഈ സുന്ദരി തത്ത. തന്റെ പിൻഗാമിയായി കാട് നീളെ ചിലച്ചു നടക്കാനും ഭാവി പറയാനും ഒരാൾ വേണ്ടേ? ഒരു കുഞ്ഞി തത്ത. ആ അമ്മയും അതിനായി മോഹിച്ചു. ചന്തത്തിൽ പാടുന്നു തത്തമ്മ. സ്കൂൾ ബസ്സിൽ സ്കൂളിൽ പോകുന്ന ചില ചെങ്ങാതിമാരെ കണ്ടിട്ടുണ്ടോ? എന്തൊരു പത്രാസാ! നിങ്ങൾ സ്കൂൾ ബസ്സിലാണോ പഠിക്കാൻ പോകുന്നത്? കുറ്റിക്കാടിലെ സ്കൂളിനും ഒരു വണ്ടിയുണ്ട്, ഒരു ചക്കര വണ്ടി. അതിന്റെ വിശേഷങ്ങൾ കേട്ടാൽ നിങ്ങൾ ചിരിച്ചു പോകും. സ്റ്റിയറിംഗ് വീൽ തടിയൻ കരടിയുടെ കയ്യിലാണ്. പക്ഷേ വണ്ടിയുടെ എഞ്ചിൻ സാക്ഷാൽ കോന്തൻ കഴുതയാണ്. താൻ തിരിക്കുന്ന വഴിയിലൂടെ വണ്ടി പോകണമെന്ന് തടിയൻ. പക്ഷേ തോന്നുന്ന വഴിയിലൂടെ കോന്തൻ പോകൂ. നമ്മുടെ കാക്കത്തമ്പ്രാട്ടിയുടെ കല്യാണമായിന്ന്. കാണാൻ ഒരു ചേലുമില്ലെന്ന് പറഞ്ഞു കുറച്ച് നാളായി കാക്കത്തമ്പ്രാട്ടി നല്ല ഒരു ബ്യൂട്ടി പാർലർ തിരക്കി നടക്കുകയാ. എന്തായാലും 2 ദിവസം മുമ്പ് അങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ കാക്കത്തമ്പ്രാട്ടി കണ്ടുപിടിച്ചു. കൊക്കിനെ പോലെ തന്നെയും സുന്ദരിയാക്കണമെന്ന് പറഞ്ഞ് കാക്കത്തമ്പ്രാട്ടി കസേരയിൽ കയറിയിരുന്നു. പിന്നെ നടന്നത് പറഞ്ഞാലും തീരില്ല. കൂട്ടുകാരെ, കണ്ടു തന്നെ അറിയൂ.
കുഞ്ഞിനൊരാഗ്രഹം. എന്താണെന്നോ? ഫിലിം സ്റ്റാർ ആകാൻ. തക്കം പാർത്തൊരു കുറുനരി അവളെ സിനിമാ വലയ്ക്കകത്താക്കി. അത്യാഗ്രഹം പൂണ്ട മാതാപിതാക്കൾക്കും അതിമോഹമുള്ള എടുത്തുചാട്ടക്കാർക്കും ഇതാ ഒരു താക്കീത്. അതാണിനി കാറ്റാടി. കാറ്റാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കോലം കുറുക്കൻ കോഴിപ്പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി. കുറ്റിക്കാട്ടിൽ ആകെ വിവാദമായിരിക്കുകയാണ് ഈ സംഭവം. നിറകണ്ണുകളോടെ കോഴിക്കുടുംബം. ഇതാണ് മൊട്ടത്തോട് ഗ്രാമത്തിലെ കാണാതായ കോഴിയുടെ വീട്. ഹൃതിക് റോഷൻ എന്ന പൂവൻ കോഴിയുടെയും കള്ളിച്ചെല്ലമ്മ എന്ന പിടക്കോഴിയുടെയും ഏകമകളായ കൊക്കിക്കോഴിയെയാണ് കാണാതായത്. തട്ടിപ്പ് വീരൻ കോലൻ കുറുക്കൻ കൊക്കിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അയ്യോ എന്റെ പൊന്നു മോളെ, കാര്യങ്ങൾ ഒന്ന് വിശദമായി പറയാമോ ചേച്ചി? എന്റെ പൊന്നു സാറുമാരെ, എന്റെ കന്നി മുട്ടയാണ് കൊക്കി. അതിനെ അടയിരുന്ന് വിരിയിച്ച് താഴത്ത് വെച്ചാൽ കാക്ക കുത്തിക്കൊണ്ടു പോകും, തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞാണ് ഞാൻ വളർത്തിയത്. എല്ലാം പോയില്ലേ സാറുമാരെ, എല്ലാം പോയി. എങ്ങനെ? ദേ ആ കരിമ്പാറ ഗുഹയിലാ കഴിഞ്ഞ ആഴ്ച സിനിമ പിടിക്കാനെന്നും പറഞ്ഞ തട്ടിപ്പുകാരൻ കുറുക്കൻ വന്ന് താമസിച്ചത്. ഞാനിവിടെ ഒരു സിനിമ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ്. ദേ ആ ഗുഹയിലാണ് ഞാൻ താമസിക്കുന്നത്. സാറേ സാറേ സാറേ, ആ സിനിമ നടി മൈലമ്മ മാധവനെ അറിയാമോ? പിന്നെ അറിയാവുന്ന കൊള്ളാം. എത്ര നടിമാരെ ഞാൻ സിനിമയെ കൊണ്ടുവന്നിട്ടുള്ളത്. സാറേ, എന്റെ കൊക്കുമോളെ കൂടി സിനിമയിൽ എടുക്കുവോ സാറേ? എവിടെ? ഞാൻ കുട്ടിയെ ഒന്ന് കാണട്ടെ. വാ! ആഹാ. എന്റെ പുതിയ ചിത്രമായ കാച്ചിയെണ്ണ എന്ന സിനിമയിലെ നായിക കൊക്കി തന്നെ. ഹലോ, പ്രൊഡ്യൂസർ കരിക്കിരി എണ്ണനല്ലേ? ഞാൻ സംവിധായകനും നടനുമായ കോലനാണ് സംസാരിക്കുന്നത്. അതെ, നമ്മുടെ പുതിയ സിനിമയിലെ നായിക ഇനി വേറെ എങ്ങും നോക്കേ വേണ്ട. ഓക്കെ. അങ്ങനെ കുറുക്കൻ കോഴിക്കുടുംബവുമായി കൂടുതൽ അടുത്തു. അത് ഒരു ചതിക്കുഴിയാണെന്ന് അവർ അറിഞ്ഞില്ല. പരിചയപ്പെട്ടതിന് ശേഷം കോലൻ കോഴിക്കുടുംബത്തിന് ധാരാളം സഹായങ്ങൾ ചെയ്തു. എന്നും രാവിലെ കോലൻ കുറുക്കൻ ഗുഹയുടെ മുന്നിൽ അരി വിതറിയിട്ട് കൊക്കിയെ വിളിക്കുമായിരുന്നു. കൊക്കിമോളെ, നാളെ തന്നെ നമുക്ക് മദ്രാസിലെ കുറ്റിക്കാട്ടിലേക്ക് പോകണം. അവിടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. മോള് റെഡിയായി നിൽക്കണം. അയ്യോ സാറേ, ഞങ്ങളും വരട്ടെ, താരങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ. അത് വേണ്ട, ആദ്യം കൊക്കിമോളെ കൊണ്ടുപോകും, എന്നിട്ട് അമ്മയെയും അച്ഛനെയും കൊണ്ടുപോകും. ഓക്കെ? എന്റെ കൊക്കുമോളെ, നീ ഒരു വലിയ സിനിമ നടിയെ തിരിച്ചു വാ. ഇപ്പോഴത്തെ നടിമാരൊക്കെ ഭയങ്കര അഭിനയായിരിക്കണം മോള്. എന്റെ ചക്കന് ഒരു സൂപ്പർ സ്റ്റാർ ആകണം. പോയി വാ മോളെ, ഒരുപാട് പണവുമായി തിരിച്ചു വരണം. എന്നിട്ട് വേണം അച്ഛനൊന്ന് റെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ അവർ യാത്രയായി. ചതിക്കുഴി അറിയാതെ കൊക്കിയെ അമ്മയും അച്ഛനും ആർത്തിയോടെ യാത്രയാക്കി. അവൾ പോകയാ ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു. കൊക്കി തിരിച്ചു വന്നില്ല. കുറുക്കനെപ്പറ്റിയും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ചേച്ചി അവരുടെ ഫോണിൽ വിളിച്ചില്ലായിരുന്നോ? ഫോൺ നമ്പറൊന്നും ഇല്ലായിരുന്നു മോനെ. ഞാനാണെങ്കിൽ ഫോൺ ഡയറക്ടറിയിലെ എല്ലാ നമ്പറിലും വിളിച്ചു നോക്കി. എന്നിട്ടും എന്റെ കൊക്കുമോളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല മോനെ. ദുഃഖിതരായ കോഴിയച്ഛനും കോഴിയമ്മയും കൂടിനു മുന്നിൽ മോൾ തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കോലൻ കുറുക്കനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നിട്ടും കൊക്കിമോളെ കണ്ടെത്താനായില്ല. കോലൻ എന്ന തട്ടിപ്പുവീരനെ കടുവ പോലീസ് ചോദ്യം ചെയ്തു. എന്റെ പൊന്നു മോനെ, ആദ്യം കുറുക്കനെ ചോദ്യം ചെയ്തിട്ടും അവനൊന്നും പറഞ്ഞില്ല. അവസാനം ഞങ്ങളെല്ലാം കൂടി അവന്റെ വയറിന്റെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോ എന്റെ പൊന്നു മോളെ, അയ്യോ. ശരിയും തെറ്റും തിരിച്ചറിയാതെ ചതിക്കുഴിയിൽ വീഴുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇതൊരു പാഠമായി തീരട്ടെ. ഇതൊരു തമാശയായി മാത്രം കാണരുത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. മിന്നുന്നതെല്ലാം കണ്ടു ഭ്രമിക്കാത്ത ഉൾക്കണ്ണ് അവർക്ക് നൽകുക.
കണ്ണു വേണം ഇരുപുറമെപ്പോഴും ഉൾ കണ്ണു വേണം അണയാത്ത കണ്ണ്. ഇന്ന് സ്കൂളിൽ പോയിട്ട് എന്താ നിങ്ങൾ പഠിച്ചേ? ടീച്ചറമ്മ പാട്ട് പഠിപ്പിച്ചു തന്നോ അതോ പാഠം പഠിപ്പിച്ചോ? അന്നന്ന് പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്ന് അന്നന്ന് തന്നെ പഠിക്കണേ. പരീക്ഷയ്ക്ക് ഒന്നാമതെത്താൻ ഈ കൃത്യനിഷ്ഠ തന്നെ വേണം. നമ്മുടെ കുന്നിമലയിലെ കുഞ്ഞുറുമ്പും കുണ്ടൻകുഴിയിലെ ചുണ്ടനെലിയും സഹപാഠികളാണ്. പഠിച്ചത് എന്താണെന്ന് അവരോട് ചോദിച്ചാൽ ഉടനടിയാ ഉത്തരം പറയുന്നത്. മിടുക്കന്മാരും മിടുക്കുകളുമായാൽ അങ്ങനെ തന്നെ വേണം. ഒന്നാം പാഠം പഠിച്ചതാര്? കുന്നിമലയിലെ കുഞ്ഞുറുമ്പ്. ഒന്നാം പാഠം പഠിച്ചതാര്? കുന്നിമലയിലെ കുഞ്ഞുറുമ്പ്. കുഞ്ഞുറുമ്പെ നീ പഠിച്ചതെന്തേ? താറാവ് താമരപ്പൂ. രണ്ടാം പാഠം പഠിച്ചതാര്? കുണ്ടൻകുഴിയിലെ ചുണ്ടനെലി. രണ്ടാം പാഠം പഠിച്ചതാര്? കുണ്ടൻകുഴിയിലെ ചുണ്ടനെലി. ചുണ്ടനെലി നീ പഠിച്ചതെന്തേ? പാപ്പറ പപ്പടം പെപ്പറപ്പേ. എവിടുന്നോ ഒരു വഞ്ചിപ്പാട്ട് കേൾക്കുന്നല്ലോ. ആ, കുറ്റിക്കാട്ടിലെ ചന്ദനച്ചോലയിൽ നിന്നാ. കാണാൻ ചന്തമുള്ള വഞ്ചി തുഴഞ്ഞെടുക്കുകയാണ് ചിണ്ടൻമുയലും എലിപ്പെണ്ണും. ഓളങ്ങളെ കീറി മുറിച്ച് ഒരു അമ്പ് പോലെ കുതിച്ചെത്തുകയാണ് ഈ വഞ്ചി. വാ, നമുക്ക് ഈ ഇലപ്പടർപ്പുകളിലൂടെ ആ യാത്ര കാണാം. വഞ്ചിപ്പാട്ട് ഏറ്റുപാടാം. വയറ് പൊട്ടുന്ന പോലെ മുട്ടനൊരു ഉച്ചഭക്ഷണവും തട്ടി കടുവാച്ചേട്ടൻ താടിക്ക് കൈയും കൊടുത്തിരുന്ന് ഉറങ്ങുകയായിരുന്നു. ഉച്ചമയക്കം പതിവുള്ളതാ. ഒരു ഈച്ചയ്ക്ക് കാതിൽ വന്ന് കിന്നരിക്കാൻ അപ്പോഴാ സമയം കിട്ടിയത്. പോടാ പോ എന്ന് കൈ വീശി ഈച്ചയെ ആട്ടി ഓടിച്ച് പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോഴാണ് അയ്യോ മുഖത്തൊരു കടി. കടുവാച്ചേട്ടന് എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അരിശക്കാരൻ കടുവാച്ചേട്ടൻ ദേഷ്യം വന്നിട്ടലർന്നു.
കൂടെയുണ്ട്. അവർ നിരന്തര ഗവേഷണത്തിലാണ്. പലതും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈയിടയ്ക്കാണ് അവർ ചന്ദ്രനെ കണ്ടുപിടിച്ചത്. ഉടനടി ഒരു റോക്കറ്റ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് എന്തായോ എന്തോ. നമസ്കാരം. ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ. അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത്. എന്തിനാണ് നമ്മളിപ്പോൾ ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ചത്? നമസ്കാരം. അതിപ്പോ ഒരു 5-6 രാജ്യങ്ങൾ ചന്ദ്രനിലോട്ട് പോയിട്ടുണ്ട് ഈ ഹീലിയം എടുക്കാൻ വേണ്ടിയിട്ടേ. അയ്യോ, ഹീലിയം അല്ല, ഹീലിയം. പക്ഷെ അതിന് കുറ്റിക്കാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത്? അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? അല്ല, നമുക്ക് ഈ പ്രയോജനമുള്ള വല്ല കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ. കുഴപ്പമില്ല, പോകുന്നുണ്ട്. എങ്ങനെയാ ഈ റോക്കറ്റ് വിടുന്നത്? സിമ്പിൾ അല്ലേ. അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം. എവിടുന്ന്? ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ, അവിടുന്ന്. എന്നിട്ട് അതിനകത്ത് ഡ്രൈവറെ കയറ്റി ഇരുത്തും. അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് ഇവിടെ ഉണ്ടല്ലോ, അതെടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ വിടിയില്ല. അല്ല, ആരാ ഇതിന്റെ ഡ്രൈവർ? അതെ, നമ്മുടെ എലുമ്പൂസലി. അവനെ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ശല്യമാ. അതാ അവനെ ഡ്രൈവറാക്കിയത്. ഓ മൈ ഗോഡ്! അയ്യോ, എല്ലാവരും ഓടി രക്ഷപ്പെടണേ! അയ്യോ, എന്ത് പറ്റി? അയ്യോ, ശൂന്യാകാശത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട്. ഏത് നിമിഷവും ഭൂമിയിൽ പതിക്കാം. പിള്ളേരെ, നിങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടോ? അയ്യോ, ഇനി എന്ത് ചെയ്യും? അയ്യേ, എന്താ പറ്റി? അതെ, മുകളിൽ നിന്ന് ഏതോ കിളി കാട്ടിച്ചത് ബൈനോക്കുലറി വന്ന് വീണതാ. സോറി. ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞു. ഒരു മിനിറ്റ്. ഓവർ. മോനെ എലി എലുമ്പൂസേ, നീ എവിടെ എത്തി? ഓവർ ചന്ദ്രണ്ണ, ഞാൻ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. എന്റെ ചുറ്റിനും നിറച്ച് ബോളാണ്. അത് ബോളല്ല, ഗ്രഹങ്ങൾ. ചന്ദ്രന് ഇതിനകത്ത് ചൊവ്വ ഏതാ ചന്ദ്രൻ ഏതാന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലാം ഒരുപോലെ ഇരിക്കുന്ന. മോനെ, ആ വെള്ള കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ. ആ ബോളിന്റെ നേരെ വിട്ടോ. മോനെ, ചൊവ്വയിൽ ഇറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ. ചന്ദ്രനിൽ ചെന്നാലേ കഴിക്കാൻ ഹീലിയേ കിട്ടത്തുള്ളൂ. വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട. ഓവർ. ചന്ദ്രന, എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്? ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എൻ്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ചു വെച്ച്. അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് കണ്ടുപിടിച്ചത്. ഭയങ്കര കണ്ടുപിടുത്തം തന്നെ. പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഉണക്കമീൻ, വറുത്തമീൻ, പച്ചമീൻ, ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചന്ദ്രനന്റെ തല ഭയങ്കര തല തന്നെ. താങ്ക് യു. ഒരു മിനിറ്റ്. പോകുന്നുണ്ട്. അയ്യോ, ഓവർ. മോനെ എലി എലുമ്പൂസേ, നീ ഹെൽമെറ്റ് എടുത്ത് തലേ വെക്ക്. പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ ഹെൽമെറ്റ് ചെക്കിംഗ് ഉള്ളതാ. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. മോനെ എലി എലുമ്പൂസേ, മോനെ, അവിടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോരൂ. വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട. ഓവർ. റോക്കറ്റ് എവിടെ എത്തി? 1/2 മണിക്കൂറിനുള്ളിൽ ചന്ദ്രനിലെത്തും. എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ? അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ്. അയ്യോ, അതെന്തിനാ? ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് തലകറക്കത്തിൻ്റെ അസുഖം വരുന്നുണ്ട്. അതുകൊണ്ട് ഭൂമിയുടെ ഈ കറക്കം നിർത്തിയാലേ പറ്റൂ. ഭൂമി എന്തിനാ ഈ വെറുതെ കിടന്ന് കറങ്ങുന്നേ? ഒരു മിനിറ്റ്. എലുമ്പൂസിൻ്റെ ഫോണാണല്ലോ. അവൻ ചന്ദ്രനിൽ എത്തിയെന്നാ തോന്നേ. ഹലോ, എടാ മോനെ, എന്ത് പറ്റി? അയ്യോ, ചന്ദ്രൻ എത്താറായപ്പോഴേക്ക് പെട്രോൾ അങ്ങ് തീർന്ന്. ഞാൻ വന്നതിനേക്കാൾ സ്പീഡിൽ താഴോട്ട് വന്നോണ്ടിരിക്കുകയാണ്. എടാ മോനെ, നീ ബ്രേക്ക് ചെയ്യോട്ട്. എടാ മോനെ, നീ ആ ചൊവ്വയിലെങ്കിലും ഒന്ന് പിടിച്ചു കിടക്കടാ. അയ്യോ, ചൊവ്വയൊക്കെ എപ്പോഴേ കഴിഞ്ഞ് ഭൂമിയിൽ എത്താറായി. ചന്ദ്രന, രക്ഷിക്കണേ. അയ്യോ, എന്തായാലും ചന്ദ്രനിലേക്ക് വിട്ട റോക്കറ്റ് ചന്ദ്രനിൽ തന്നെ എത്തി. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ്. ചങ്ങാതി ചീത്തയായാലോ നമ്മുടെ ആമച്ചാർക്ക് പറ്റിയതുപോലാകും. എന്താ ആമച്ചാർക്ക് പറ്റിയതെന്ന് അറിയണ്ടേ?
വഴിയിൽ ഒരിടത്തിരുന്ന് വാവിട്ട് നിലവിളിക്കുകയാണ് ആമച്ചാർ. അതുവഴി വന്ന് താറാവിന് സങ്കടമായി. പാവം, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ആമച്ചാർ എന്തിനാ കരയുന്നേ? ഒന്ന് സമാധാനിപ്പിക്കാമെന്ന് കരുതി ചെന്ന താറാവമ്മ ആമയ്ക്ക് പറ്റിയ അക്കിടി കേട്ട് ഞെട്ടിയിരുന്നു പോയി. എന്താ കരയുന്നത് അമ്മച്ചാരെ? ഇന്നൊന്നും തിന്നാൻ കിടച്ചതില്ലേ? എന്താ കരയുന്നത് അമ്മച്ചാരെ? ഇന്നൊന്നും തിന്നാൻ കിടച്ചതില്ലേ? എന്തു പറയാനാ താറാവമ്മേ, കാലത്തെനിക്കൊരു മളി പറ്റി. കുട്ടൻ കഴുത കരിമ്പു തിന്നാൻ നാട്ടിലെ തോട്ടത്തിൽ പോയ നേരം കൂട്ടത്തിൽ ഞാനും കൂടിപ്പോയി. കുട്ടൻ കഴുത കരിമ്പു തിന്നാൻ നാട്ടിലെ തോട്ടത്തിൽ പോയ നേരം കൂട്ടത്തിൽ ഞാനും കൂടിപ്പോയി. നാട്ടുകാരെന്നെ പുതിരത്തല്ലി. ചേരുന്ന ചങ്ങാതി നോക്കി വേണ്ടേ ചങ്ങാത്തം കൂടുവാനാമച്ചാരെ? മണ്ടന്റെ കൂടെ നടന്നു വന്നാൽ മണ്ടക്കടി കിട്ടും നല്ലവർക്കും. മണ്ടന്റെ കൂടെ നടന്നു വന്നാൽ മണ്ടക്കടി കിട്ടും നല്ലവർക്കും. കുറ്റിക്കാട്ടിൽ ഒരു തീവണ്ടിയുണ്ട്. കാട്ടുപൊന്തകൾക്കിടയിലൂടെയും ഉരുളൻ കല്ലുകൾക്കിടയിലൂടെയും കുതിച്ചു പായുന്ന തീവണ്ടി. ഈ തീവണ്ടിയിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ ചിലർക്കേ കഴിയൂ. ആർക്കാണെന്നോ? കുഞ്ഞിത്തവളകൾക്ക്. അവർക്ക് ഫ്രീ യാത്രയുമായി ഇതാ വരുന്നു മാളു തീവണ്ടി.